ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ശിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ശിമിയോൻ ദീർഘദർശി ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാനായി പരിശുദ്ധ അമ്മയും ഔസേപിതാവും ചെന്നപ്പോൾ അവരോട് പറഞ്ഞ വചനമാണ് നമ്മളിപ്പോൾ അതിൻ്റെ അവസാന ഭാഗം വായിച്ചു കേട്ടത്. ഈ ശിമിയോൻ ദീർഘദർശി പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ്, പല ഗുണങ്ങളെപ്പറ്റി നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു, മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് അവളുടെ സഹനശീലം. നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ സഹനശീലം തീർച്ചയായിട്ടും നമുക്ക് വലിയ മാതൃകയാണ്. എന്നാൽ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധ അമ്മയുടെ സഹനശീലം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒരു മോഡലായി തിരഞ്ഞെടുക്കാനും നമുക്ക് സാധിക്കും. ഉള്ളതി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിനോട് ചേർന്ന് നിന്ന വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അപ്പോൾ യേശുവിനോട് ചേർന്ന് നിന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറിയെങ്കിൽ ആരൊക്കെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഹൃദയത്തിലും ഇതുപോലൊരു അനുഭവം, ഒരു വാൾ തുളച്ച് കയറുന്ന അനുഭവം, അതായത് ഒരു സഹനത്തിൻ്റെ അനുഭവം എല്ലാവരുടെ ജീവിതത്തിൽ, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും. അതല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 2 തിമോത്തി 3-ാം തിരുവചനം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും നിനക്ക് എന്തുണ്ടാവും? സഹനം ഉണ്ടാവും. അതല്ല വീണ്ടും പറയുക, ഈ 2 തിമോത്തി 2-ാം അധ്യായം 3-ാം തിരുവചനം. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. യേശുക്രിസ്തുവിൻ്റെ ഒരു പടയാളിയാണോ? യേശുക്രിസ്തുവിനോട് നീ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇങ്ങനെ നിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ സഹനം ഉണ്ടാവും. അതുകൊണ്ടല്ലേ ഈശോ വീണ്ടും സുവിശേഷ ഭാഗത്തിൽ പറയുന്നില്ലേ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. യേശു അസംയുക്തമായി പ്രഖ്യാപിക്കുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്ത് അനുദിനം എന്നെ അനുഗമിക്കട്ടെ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുക സാധിക്കില്ല. യേശു പറഞ്ഞു, എൻ്റെ ശിഷ്യനാവണമെങ്കിൽ, ശിഷ്യയായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിൻ്റെ കുരിശ് വരിക, തൻ്റെ സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കുരിശ് വഹിച്ചുകൊണ്ട് വേണം യേശുവിൻ്റെ പിന്നാലെ പോകാൻ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ, നമ്മളൊന്ന് എടുത്തു നോക്കിയേ. നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളെ തിരുകുടുംബമാക്കി മാറ്റണേ എന്ന് പറഞ്ഞ് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. തിരുകുടുംബമാക്കി മാറ്റണേ. എന്താണ് ഈ തിരുകുടുംബത്തിൻ്റെ പ്രത്യേകത? സന്തോഷിക്കാൻ ഒന്നുമില്ലാത്ത കുടുംബമാണ് തിരുകുടുംബം. തിരുകുടുംബമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ശ്രദ്ധിച്ചോ, സന്തോഷിക്കാൻ ഒന്നുമില്ലാത്തൊരു കുടുംബം, അതാണ് തിരുകുടുംബം. സന്തോഷിക്കാൻ ഒരു വകയില്ലാത്ത കുടുംബം, അതാണ് തിരുകുടുംബം. സന്തോഷിക്കാൻ ഒരു വകയില്ലാത്തൊരു വ്യക്തി, അതാണ് പരിശുദ്ധ മറിയം. ഈ ലോകത്തിൻ്റെതായ രീതിയിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ജോലി തടസ്സമായിരിക്കാം, വിവാഹ തടസ്സമായിരിക്കാം, മറ്റു ഭൗതിക മേഖലയിൽ തടസ്സങ്ങളായിരിക്കാം, ഇതൊക്കെ ഒരു വീട് കിട്ടാനായിരിക്കാം, ദാരിദ്ര്യം മാറാനായിരിക്കാം, ഇങ്ങനെ രോഗം മാറാനായിരിക്കാം, പല കാര്യങ്ങൾക്കും നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ മകള് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇവളുടെ അവസ്ഥ എന്തായിരുന്നു? ഇവളുടെ ദാരിദ്ര്യം കർത്താവ് മാറ്റി കൊടുത്തിരുന്നു, ദൈവം മാറ്റി കൊടുത്തിരുന്നോ? ഇല്ല. ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇവളുടെ ഏകാന്തത ദൈവം മാറ്റി കൊടുത്തിരുന്നോ? ഇല്ല. ഇവൾക്ക് അപമാനങ്ങൾ, ഇഷ്ടംപോലെ അപമാനങ്ങൾ ജീവിതകാലത്തുണ്ടായി. ആ അപമാനങ്ങൾ ഏതെങ്കിലും ദൈവം മാറ്റി കൊടുത്തിരുന്നോ? ഇല്ല. എന്തുമാത്രം സഹനത്തിലൂടെയാണ് ആ മകള് പല വിധത്തിൽ കടന്നുപോയത്. അന്ന് അവൾക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആരുള്ള ദൈവത്തോട് പറഞ്ഞു, ദൈവം അത് മാറ്റി കൊടുത്തോ? ഇല്ല. അതെല്ലാം സന്തോഷത്തോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. എല്ലാം ശാന്തതയോടെ സഹിക്കുകയാണ്. അതല്ലേ പ്രഭാഷകന്റെ പുസ്തകം 2:4 പറയുന്നത്, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്.
ശാന്തത വെടിയാതെ സഹിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുക. അന്യായമായിട്ട് പീഡിപ്പിക്കുമ്പോൾ, അതല്ലേ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നില്ലേ, പത്രോസ് 4-ാം അധ്യായം 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 19-ാം തിരുവചനം, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതൊക്കെ ദൈവിക ചിന്തയോടെ സഹിച്ചാൽ അതൊക്കെ അനുഗ്രഹ കാരണമായി തീരും. അന്യായമായി അപ്പം നിശബ്ദമായി സഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. നിശബ്ദമായി സഹിക്കുകയാണ്, ആരോടൊരു പരാതിയില്ലാതെ സഹിക്കുക, പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, സഹനത്തിൽ ആരെയും കുറ്റപ്പെടുത്താതെ ആ മകൾ മൗനമായി സഹിക്കുകയാണ്. അങ്ങനെ സഹിച്ച ഒരു വ്യക്തി അതാണ് പരിശുദ്ധ. അതാ പറയുക, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹനം അങ്ങനെ ഒരു സഹനാണ്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതൊക്കെ ദൈവിക ചിന്തയോടെ സഹിച്ചാൽ അതെന്തായി തീരും? വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി തീരും. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. 1 പത്രോസ് 4:12 വീണ്ടും വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക. കേട്ടോ, ഇന്ന് പലർക്കും പല സഹനങ്ങൾ വരുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ നമ്മൾ പൊട്ടിത്തെറിക്കുകയാണ്, ബഹളം വയ്ക്കുകയാണ്, അല്ലെങ്കിൽ പരക്കം പായുകയാണ്. പരക്കം പാഞ്ഞ് ചെയ്യുന്നത് പല വലിയ വലിയ തെറ്റിലേക്കാണ്. അതുകൊണ്ടല്ലേ പ്രഭാഷണ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നില്ലേ, വീഴാതിരിക്കാൻ നീ വഴി തെറ്റരുത്. ഇന്ന് പല മക്കളും വഴിതെറ്റി പോകുന്നുണ്ട്. വീഴാതിരിക്കാനും സഹനം വരുമ്പോഴേ പരക്കം പായാണ്, സഹനം വരുമ്പോൾ ബഹളം വയ്ക്കുകയാണ്, സഹനം വരിക്കുമ്പോൾ പല സ്ഥലത്തേക്ക് ഓടി കയറാണ്. അവർക്കാണ് ഒരു വീട് വെഞ്ചരിക്കാനായിട്ട് ചെന്നപ്പോൾ ആ വീട് കുടുംബപ്രതിഷ്ഠ ചെല്ലുന്ന സമയം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി കുടുംബപ്രതിഷ്ഠ ഇങ്ങനെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു ആശയം എൻ്റെ ഹൃദയത്തെ പിടിച്ചടക്കുകയാണ്. ആ ആശയം ഇതാണ്, ഇവിടെ ഈ കുടുംബക്കാർ എന്തോ ജാതകം നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു ആശയം ഇങ്ങനെ പിടിച്ച് അടക്കുകയാണ് എന്നെ. അപ്പം ഞാൻ ഈ കുടുംബപ്രതിഷ്ഠയുടെ അടുത്ത് കുടുംബപ്രതിഷ്ഠ നിർത്തിയിട്ട് തിരിഞ്ഞ് ഈ അപ്പനും അമ്മയും മക്കളുണ്ട്, 2 മക്കളുണ്ട്, ആൺകുട്ടി പെൺകുട്ടി. പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. 3 മാസം ഒരുമിച്ച് താമസിച്ച് പിന്നെ കലഹായി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ് പെൺകുട്ടി. അപ്പോൾ ഞാനിവിടെ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ജാതകം നോക്കിയിട്ടുണ്ടോ? ഈ ഒരു വാക്ക് എൻ്റെ വായിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു വരുന്നു. ഉടനെ ആ അപ്പച്ചൻ പറഞ്ഞു, അച്ഛ അങ്ങനെ നോക്കാടെ വന്നു. എപ്പോൾ? ഈ കഴിഞ്ഞതിൻ്റെ 2 ആഴ്ച മുമ്പ്. അപ്പോൾ ചോദിച്ചാൽ എന്താ സംഭവം? അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ വിശേഷങ്ങൾ. അച്ഛൻ വന്നപ്പോൾ വീട്ടിലെ മോളുടെ കാര്യം, മോളിങ്ങനെ വിവാഹം കഴിച്ച് പിന്നെ ഭർത്താവായിട്ട് ചേർന്ന് പോകാതെ ഭയങ്കര വഴക്കൊക്കെയായി. അവളിപ്പോൾ വീണ്ടും അവിടുന്ന് വന്ന് എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ വിവാഹം കഴിച്ചത് ആകെ തകർന്നപ്പോൾ ഞങ്ങളുടെ ഈ അവസ്ഥ ഞങ്ങൾ പലരോടും പറഞ്ഞപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, ഇങ്ങനെ ഭാവി നോക്കിക്കഴിഞ്ഞാൽ, ജ്യോത്സ്യരുടെ അടുത്ത് പോയി ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനി എന്താ ഉദ്ദേശിക്കണേന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയാണത്രേ ഇവർ പോയത്. കണ്ടോ, വീഴാതിരിക്കാൻ നീ വഴി തെറ്റരുത്. അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നീ പരിഭ്രമിക്കരുത്. പരിശുദ്ധ അമ്മ എങ്ങനെ എവിടേക്ക് പോയോ? പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങളുണ്ടായി. ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ലേ? ഏകാന്തത ഉണ്ടായിരുന്നില്ലേ? ഇനി വേദനിച്ചല്ലേ ഈ കാലിത്വത്തിൽ പ്രസവിച്ചത്? എന്തുമാത്രം അപമാനങ്ങളിലൂടെ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ തന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ അല്ലെങ്കിൽ ഗർഭിണിയായപ്പോൾ എന്തുമാത്രം അപമാനത്തിലൂടെ ആ മകൾ കടന്നു പോയിരിക്കണം. അല്ലെങ്കിൽ എന്തുമാത്രം ലോകം മുഴുവൻ അവളെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നിമിഷത്തിലൂടെയൊക്കെ പല സമയത്ത് കടന്നു. ഈവൻ ഭർത്താവ് പോലും, ജോസഫ് പോലും തെറ്റിദ്ധരിച്ചില്ലേ? അവൾ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാൽ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാ. ജോസഫ് പോലും അവൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കണ്ടോ, ഈ നീതിമാനായ ജോസഫ്, ദൈവഭക്തനായ ജോസഫ്, പരിശുദ്ധാത്മാവിന് അഭിഷേകം ഉണ്ടായിരുന്ന ജോസഫ്, വിശുദ്ധി ജീവിച്ച ജോസഫ് പോലും മറിയത്തെ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒത്തിരി പേര് മറിയത്തെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, മറിയത്തോട് പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ട്, മറിയത്തോട് മധ്യസ്ഥം വഹിക്കാതിരിക്കുന്നു, മറിയത്തെ അവഗണിക്കുന്നവരുണ്ട്. ഇത് തെറ്റിദ്ധാരണയാണ്. ജോസഫിന് പറ്റിയ രീതിയിൽ ഒരു തെറ്റിദ്ധാരണ പെട്ടെന്ന് വരികയാണ്. ഇത് അവളെ അപമാനിതയാക്കാൻ ചിലർക്ക് ഒരു ചിന്ത വരികയാണ്. കണ്ടോ, വല്ലൂത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒത്തിരിയേറെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപമാനം, ദാരിദ്ര്യം, വേദനിച്ചുള്ള കാലിത്വത്തിലെ പ്രസവം, പിന്നീട് കുട്ടി ജനിച്ചു, അതിനുശേഷം ഈജിപ്തിലേക്കുള്ള പലായനം, അതിനുശേഷം ഈ മകൾ ചെറുപ്പത്തിൽ തന്നെ ഈ മകളുടെ ഭർത്താവ് ജോസഫിന്റെ മരണം, പിന്നെ ഏകസ്ഥയായിട്ടുള്ള ജീവിതം, പിന്നെ ഏക മകനുണ്ടായത് അത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ 30 വയസ്സിൽ പരസ്യ ജീവിതത്തിന് പോയി. അങ്ങനെ ഏകസ്ഥയായിട്ടുള്ളൊരു ജീവിതം. എന്തൊരു സന്തോഷമുണ്ട് ആ മകളുടെ ജീവിതത്തിൽ. അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജീവിച്ചിരുന്ന പോലെ സങ്കടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ടോ? ഇന്ന് നമ്മളൊക്കെ ഈ പരിശുദ്ധ അമ്മയോടാണ് മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുക. അവളുടെ ജീവിതകാലത്ത് അവൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമുക്ക് ഈ സഹനത്തിൽ അനുകരിക്കാവുന്ന നല്ലൊരു മോഡലാണ്.
പരിശുദ്ധ അമ്മയുടെ നിശബ്ദമായ സഹനം എനിക്ക് ഒത്തിരിയേറെ എന്നെ സ്പർശിച്ചിട്ടുള്ളതാണ്. ഈ നിശബ്ദമായ സഹനം, ആരോടൊരു പരാതിയോ പരിഭവോ വിഷമോ വേദനയോ ഒന്നുമില്ല, ആരും ഒന്നും എതിർത്ത് എന്ന് വെച്ചാൽ മറ്റുള്ളവരത്തേക്ക് ഓടുന്നുമില്ല. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിലെ ഫലങ്ങളില്ലെങ്കിലും ആട്ടിൻകൂടെ ആലയിൽ അറ്റുപോയാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. ഹബക്കുക്ക് 3:17 വചനമാണ് ഈ പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു വചനം ചേർത്ത് വയ്ക്കുകയാണ്. നിശബ്ദമായി സഹിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത് ഇതാണ്. ഈ ദൈവവചനത്തിന് വേണ്ടി അവൾ സഹിക്കുകയാണ്. ദൈവവചനം പാലിക്കാൻ വേണ്ടി സഹിക്കുക. കണ്ടോ, ദൈവവചനം പാലിക്കാൻ വേണ്ടി സഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ദൈവവചനത്തിന് വേണ്ടി, ദൈവഹിതം നടപ്പിലാക്കാൻ വേണ്ടി സഹിക്കുക, അങ്ങനെ ഒരു സഹനമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയുന്നത്, സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണ്, പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജനിച്ചതും ജീവിച്ചതും വളർന്നതൊക്കെ ഏത് സ്ഥലത്തായിരുന്നു? ഈ ഗ്രാമീണ പ്രദേശത്താണോ? അല്ല, ദാവീദിന്റെ പട്ടണത്തിലെ നസ്രത്ത് എന്ന പട്ടണത്തിലെ സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയാം. പട്ടണത്തിലെ സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയാം. നമുക്കറിയാം, ഗ്രാമീണരേക്കാൾ പാപം ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലം പട്ടണമാണ്. പട്ടണത്തിലാണ് എല്ലാ തരത്തിലുള്ള ഏറ്റവും കൂടുതൽ പാപത്തിൻ്റെ സാഹചര്യവും അനുകൂല സാഹചര്യം, പാപം ചെയ്യാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഈ പട്ടണ പ്രദേശങ്ങളാണ്. അവിടുത്തെ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, യുവതി യുവാക്കന്മാർ, അവർക്കൊക്കെ ഒത്തിരി സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ഈ പട്ടണത്തിൽ ജീവിച്ചിരുന്ന മകള് ആ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും പാപത്തിൽ പോയതായിട്ട് കാണുന്നുണ്ടോ? ഈ പാപ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ ആ പാപത്തിൽ പെടാതെ ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു സഹനം. ഇപ്പോൾ എല്ലാവരും മദ്യപിക്കുമ്പോൾ ഒരാൾ മാത്രം മദ്യപിക്കാതിരിക്കുക, അത് വലിയൊരു സഹനമാണ്. എല്ലാവരും പുകവലിക്കുമ്പോൾ ഒരാൾ മാത്രം പുകവലിക്കാതിരിക്കുക, അത് വലിയൊരു സഹനാണത്. അതിൽ വലിയൊരു സഹനമുണ്ട്. എല്ലാവരും അബോർഷൻ ചെയ്യുമ്പോൾ ഒരാൾ മാത്രം അബോർഷൻ ചെയ്യാതെ മാറി നിൽക്കുക. എല്ലാവരും പ്രേമിക്കുമ്പോൾ ഒരാൾ മാത്രം പ്രേമിക്കാതെ മാറി നിൽക്കുക. എല്ലാവരും തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുമ്പോൾ ഒരാൾ മാത്രം ഇത് ചെയ്യാതെ മാറി നിൽക്കുക, അത് വലിയൊരു സഹനമാണത്. പരിശുദ്ധ അമ്മ അങ്ങനെയായിരുന്നു. പട്ടണത്തിലെ സ്ത്രീയാണ് പരിശുദ്ധ മറിയം. എന്നിട്ടും അവൾ വിശുദ്ധിയിൽ ജീവിച്ചു എന്നുള്ളതാണ്. അതന്നെ പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാഷകൻ 31:10, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്തവനും നന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ട് അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. പരിശുദ്ധ അമ്മയുടെ ഐശ്വര്യം സ്ഥിരമാക്കാനുള്ള കാരണം ഇതാണ്. പാപം ചെയ്യാൻ കഴിവുണ്ട്, പാപം ചെയ്യാൻ സാഹചര്യങ്ങളുണ്ട്, തിന്മ ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അതിലൊന്നും പെടാതെ ആ മകള് ജീവിക്കുകയാണ്. കണ്ടോ, അതിലൊന്നും പെടാതെ ആ മകള് വിശുദ്ധിയിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, അതുകൊണ്ട് വിശുദ്ധൻ എന്ന് പറയുക, ഏതൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു ഓർക്കുന്നു, വിശുദ്ധൻ എന്ന വാക്ക് വരുന്നത് ഹഗിയോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഹഗിയോസ്, HAGIOS. ഹഗിയോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വിശുദ്ധൻ അല്ലെങ്കിൽ സെയിന്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് പറയുക. സെയിന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, ഹഗിയോസ് എന്ന ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം, മൂന്നാമർത്ഥം ഇതാണ് വരിക, ടു ബി ഡിഫറെൻ്റ് ആയിരിക്കുക, വ്യത്യസ്തനായിരിക്കുക. ആരാണ് വിശുദ്ധൻ? വിശുദ്ധൻ എന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തനായ വ്യക്തിയാണ്. വിശുദ്ധ അൽഫോൺസമ്മ നമ്മെ പോലെ ജീവിച്ച ആളാണോ? വിശുദ്ധ ചാവറച്ച നമ്മെ പോലെ ജീവിച്ച ആളാണോ? വിശുദ്ധ പാദ്രിപ്പിയ നമ്മെ പോലെ ജീവിച്ച ആളാണോ? നമ്മിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ്. അതുകൊണ്ടാണ് അവരെ വിശുദ്ധരെന്ന് വിളിക്കുക. കണ്ടോ, അപ്പോൾ പരിശുദ്ധ അമ്മ ഈ പാപികളുടെ ഇടയിൽ വ്യത്യസ്തയായിട്ട് ജീവിക്കുകയാണ്. പാപികളുടെ ഇടയിൽ പാപത്തിൽ പെടാതെ പട്ടണത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവൾ ഈ പാപത്തിലൊന്നും പെടുന്നില്ല. അത് വലിയൊരു സഹനമുണ്ട് അതിന് പിന്നിൽ. അതല്ലേ ഒരിക്കൽ ഈ ഒരു അൽമായ സ്ത്രീയെ വിശുദ്ധയായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഏതാണ്? വിശുദ്ധ ജിയന്ന ബെരേറ്റ മോള എന്ന് പേരുള്ള ഒരു ഇറ്റാലിയൻ ഡോക്ടർ. ആ മകള് അവളുടെ 4ാമത്തെ പ്രഗ്നൻസി, 4ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. 4ാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ അവളുടെ വയറ്റിൽ ഒരു മുഴയും പ്രത്യക്ഷപ്പെട്ടു, ഒരു ഗ്രോത്ത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് വലിയൊരു ട്യൂമറാണ്, ഇത് നീക്കം ചെയ്യണമെങ്കിൽ കുഞ്ഞിനെ നശിപ്പിച്ച് കളയണം. അങ്ങനെ ഇത് ജിയനയോട് പറഞ്ഞു. അതൊരു ഡോക്ടർ കൂടിയാണ് ജിയന. ആ മകളോട് പറഞ്ഞു, നിൻ്റെ ഈ കുഞ്ഞിനെ നശിപ്പിക്കണം, എന്നാലാണ് ഈ ഗ്രോത്തും കൂടി നമുക്ക് കളയാനായിട്ട് സാധിക്കുള്ളൂ, അത് വലിയൊരു ട്യൂമറാണ്. അപ്പോൾ അല്ലെങ്കിൽ അമ്മ മരിക്കും. അപ്പോൾ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് വെച്ചാൽ അമ്മ മരിക്കും, അമ്മയെ രക്ഷിക്കാൻ നോക്കിയാൽ കുഞ്ഞ് മരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മകളുടെ ഭർത്താവിനെയും ഡോക്ടേഴ്സിനെയും വിളിച്ചു പറഞ്ഞു, എനിക്കും കുഞ്ഞിനും ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നാൽ ഒട്ടും സംശയിക്കേണ്ട, കുഞ്ഞിനെ തിരഞ്ഞെടുത്തുകൊള്ളുക. എനിക്കും കുഞ്ഞിനും ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നാൽ ഒട്ടും സംശയിക്കേണ്ട, നിങ്ങൾ കുഞ്ഞിനെ തിരഞ്ഞെടുത്തുകൊള്ളാൻ ഈ മകള് പറയുകയാണ്. എന്ത് സംഭവിച്ചു? പ്രസവ സമയമായി. അവസാനം ഈ ഭർത്താവ് ഇവൾ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിന് 1ാം സ്ഥാനം കൊടുത്തു. കുഞ്ഞിനെ തിരഞ്ഞെടുക്കാനും കുഞ്ഞിനെ രക്ഷിക്കാനും ഈ ഡോക്ടേഴ്സ് പരിശ്രമിച്ചപ്പോൾ അമ്മ മരിക്കുകയാണ്. കണ്ടോ, ഒരു അമ്മ
തൻ്റെ കുഞ്ഞിന് വേണ്ടി, അത് ഒന്നാമത്തെ കുഞ്ഞൊന്നല്ല, രണ്ടാമത്തെ കുഞ്ഞല്ല, മൂന്നാമത്തെ കുഞ്ഞല്ല, തൻ്റെ 4ാമത്തെ കുഞ്ഞിന് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ചപ്പോൾ അത് ഈ ലോകം മുഴുവൻ അതിലേക്ക് ശ്രദ്ധിക്കുകയാണ്. മാർപ്പാപ്പ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. വ്യത്യസ്തയായി മറ്റുള്ള സ്ത്രീകളിൽ നിന്നും മറ്റുള്ള ദമ്പതിമാരിൽ നിന്നൊക്കെ വ്യത്യസ്തരായി എത്രയോ മക്കളെ ഓരോ വർഷത്തെ അബോർഷൻ ചെയ്യുന്ന കണക്കുകൾ ഈ ദീപിക പേപ്പറിൽ വരുമ്പോൾ ഞെട്ടിധരിക്കാറുണ്ട്. കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെയല്ലേ ഈ അബോർഷൻ ചെയ്ത് കൊന്നുകളയുക. ലോകം മുഴുവനും ഈ അബോർഷൻ നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ അബോർഷൻ ചെയ്യാതെ മറ്റെല്ലാ സ്ത്രീകളിൽ നിന്നൊക്കെ വ്യത്യസ്തയായി ഈ മകൾ അത് പ്രവർത്തിച്ചപ്പോൾ അത് ലോകം മുഴുവനും ശ്രദ്ധിക്കുകയാണ്. മാർപ്പാപ്പ ശ്രദ്ധിക്കുകയാണ്. ഇന്ന് ആ മകള് വിശുദ്ധ ജിയന്ന ബെരേറ്റ മോളയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, വലുതി പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി നമ്മൾ സഹിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി സഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അവളിങ്ങനെ വേറെ ദുരിതങ്ങൾ വന്നപ്പോൾ വേറെ 1-ാം പ്രമാണം ലംഘിക്കാനോ മന്ത്രവാദ കൂടോത്രോ വാരഫലോ ജാതകം മഷിനോട്ടോ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും അല്ല അവൾ പോയത്. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് തടസ്സങ്ങളാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ബന്ധനങ്ങളാണ്. നോക്കുമ്പോൾ ഒന്നിനൊരു വളർച്ചയില്ല. എപ്പോഴും മരണം, അല്ലെങ്കിൽ ദാരിദ്ര്യം, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ ഏകാന്തത, ഒന്നിനങ്ങ് മുട്ടിപ്പോകുന്നില്ല. പക്ഷേ ആരോടൊരു പരാതിയില്ല. നിശബ്ദമായിട്ട് അവൾ സഹിക്കുകയാണ്. ഇങ്ങനെ സഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ സ്വർഗാരോപണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയ മക്കളെ ശ്രദ്ധിക്കുക. മംഗളവാർത്ത സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഇനി സംഭവിക്കട്ടെ. എന്താണ് ഈ മംഗളവാർത്ത? മംഗളവാർത്ത ഒരു സഹനവാർത്തയായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്ന മംഗളവാർത്ത അത് പരിശുദ്ധ അമ്മയെ പറ്റി അതൊരു സഹനവാർത്തയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക ഭർത്താവ് അറിയാതെ തന്നെ പ്രഗ്നൻ്റ് ആവുക, ഗർഭിണിയാവുക, അതൊരു വലിയൊരു അപമാനം, എന്തുമാത്രം തെറ്റിദ്ധാരണ, നിന്ദന, അത് വലിയൊരു സഹനമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. മംഗളവാർത്തയെ സ്വീകരിച്ചപ്പോൾ മാത്രമല്ല പരിശുദ്ധ കന്യാമറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. കുരിശിൻ്റെ കീഴെ നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ജോബിൻ്റെ അതേ സ്വഭാവമാണ് പരിശുദ്ധ അമ്മ ഉപയോഗിക്കുക. സഹനം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി, നിന്റെ വചനം മുഴുവനും എന്നിൽ നിറവേറട്ടെ എന്ന് ആ മകൾ പ്രാർത്ഥിക്കുകയാണ്. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വരാനിരിക്കുന്ന മഹത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. അതുകൊണ്ട് തന്നെ മകളുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളുണ്ടായി, ദാരിദ്ര്യം ഉണ്ടായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അവൾ അതിലേക്കല്ല നോക്കിയത്. അവൾ നോക്കുന്നത് മുഴുവൻ ദൈവത്തിലേക്ക് നോക്കുകയാണ്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് അവൾ പറയുക. എൻ്റെ ചിത്തം എൻ്റെ ഭർത്താവിൽ ആനന്ദിക്കുന്നു എന്നല്ല. എൻ്റെ ചിത്തം എൻ്റെ ഈ വലിയ വീട് പണിതപ്പോൾ ആനന്ദിച്ചു എന്നല്ല പറയുക. എൻ്റെ ചിത്തം എൻ്റെ മകനിൽ ആനന്ദിക്കുന്നു എന്നല്ല പറയുക. എൻ്റെ ചിത്തം എനിക്ക് ജോലി കിട്ടിയപ്പോൾ ആനന്ദിച്ചു എന്നല്ല പറഞ്ഞത്. എനിക്ക് വലിയ സമ്മതം ഉണ്ടായപ്പോൾ എൻ്റെ ചിത്തം ആനന്ദിച്ചു എന്നല്ല പറഞ്ഞത്. എനിക്ക് രോഗശാന്തി കിട്ടിയപ്പോൾ എൻ്റെ ചിത്തം ആനന്ദിച്ചു എന്നല്ല പറഞ്ഞത്. മറിച്ച് ആ മകൾ പറഞ്ഞത് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് പറയുക. ദൈവത്തിലാണ് പരിശുദ്ധ അമ്മയുടെ സന്തോഷം എന്ന് പറയുന്നത്. ദൈവത്തിൽ സന്തോഷിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ സന്തോഷിക്കുന്നത്? അവള് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് സന്തോഷിക്കുകയാണ്. സ്വർഗമാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലാണ് സന്തോഷം. എനിക്ക് സ്വർഗം കിട്ടുന്നു എന്നുള്ളൊരു വലിയ സന്തോഷം. ഇന്ന് സ്വർഗാരോപണത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ അവളുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു അവളുടെ സന്തോഷം എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് തന്നെയായിരുന്നു അവളുടെ സന്തോഷം. വിശുദ്ധ കൊച്ചുത്രേസ്യ ആദ്യം എഴുതാൻ പഠിച്ച പദം സ്വർഗം എന്ന പദമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ ആദ്യം എഴുതാൻ പഠിപ്പിച്ച വാക്ക് സ്വർഗം. ഈ വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിച്ചു. അങ്ങനെ സ്വർഗാരോപിതയായി, അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തിച്ചു വന്നു. ഈ പരിശുദ്ധ കന്യാമറിയം സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിച്ചു. ആ സ്വർഗത്തിൽ അവൾ എത്തിച്ചേരും. അത് കണ്ടല്ലേ റോമ 8:18 നമ്മൾ കാണുന്നില്ലേ? റോമ 8:18 നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളൊക്കെ എത്രയോ നിസ്സാരമായിട്ട് ഞാൻ കരുതുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വളരെ 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 നിസ്സാരമാണ്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സഹിക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സഹനം വരുമ്പോൾ എങ്ങനെയാണ് സഹിക്കേണ്ടത്? പരിശുദ്ധ അമ്മ സഹിച്ചതുപോലെ സഹിക്കുക. എങ്ങനെ സഹിക്കുക? ദൈവവചനത്തിന് വേണ്ടി സഹിക്കുക, നിശബ്ദമായി സഹിക്കുക. മറ്റൊരു സഹനമാണ്, മറ്റൊരു രീതിയിൽ വരാൻ പോകുന്ന മഹത്വത്തെ ഓർത്ത് സഹിക്കുക. ജോബ് സഹിച്ചത് വരാനിരിക്കുന്ന മഹത്വം, പരിശുദ്ധ അമ്മ സഹിച്ചത്, യേശു സഹിച്ചത്, വിശുദ്ധരെ സഹിച്ചത് വരാനിരിക്കുന്ന മഹത്വത്തെ ഓർത്ത് സഹിക്കുക. അതുകൊണ്ടല്ലേ ഈ റോമ 8:18 പറയുകയാണ്, വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളൊക്കെ നിസ്സാരമായിട്ട് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 13-ാം തിരുവചനം, യെശയ്യാ 52:13 ഇങ്ങനൊരു വചനം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് കേട്ടോ, കർത്താവിൻ്റെ ദാസൻ.
കർത്താവിൻ്റെ ദാസനെ പറ്റി പറയുകയാണ്, എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു, അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവലോത്തി പറഞ്ഞേ ഹല്ലേലൂയ. നോക്കുക, കർത്താവിൻ്റെ ദാസൻ എന്ന ഹെഡിങ്ങിൽ കർത്താവിൻ്റെ ദാസനെ പറ്റി പറയുകയാണ്. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ദാസൻ യേശുവിനെ പറ്റി പറയുകയാണ്. എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. യേശുവാണ് കർത്താവിൻ്റെ ദാസൻ. ഈ ദാസൻ അവന് ശ്രേയസ് ഉണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടും, പുകഴ്ത്തപ്പെടും. എന്നാൽ ഈ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും മുമ്പ് യേശുവിന് കടന്നു പോകേണ്ട കുറേ സഹനത്തിൻ്റെ മേഖലകളുണ്ട്. അതാണ് അടുത്ത വചനം പറയുക, അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു, അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. തുടർന്ന് 53-ാം അധ്യായം യെശയ്യാ 53-ലേക്ക് കടക്കുമ്പോൾ യേശുവിൻ്റെ പീഡാനുഭവത്തെ പറ്റി അവിടെ വിവരിക്കുകയാണ്. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു, അവൻ നിന്ദിക്കപ്പെട്ടു. കണ്ടോ, പിന്നീട് വരുന്നത് മുഴുവൻ യേശുവിൻ്റെ സഹനത്തെ പറ്റി വിവരിക്കുകയാണ്. എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും, അവൻ അത്യുന്നതനിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് അവൻ കടന്നു പോകേണ്ട കുറേ സഹനത്തിൻ്റെ മേഖലകളുണ്ട്. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളൊക്കെ തുലവും നിസ്സാരമായിട്ട് ഞാൻ കരുതുകയാണ്. പൗലോസ്ലീഹ പറയുകയാണ്, പൗലോസ്ലീഹ എങ്ങനെയാണ് സഹിച്ചത്? വരാനിരിക്കുന്ന മഹത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സഹിക്കുക. ഇത് കർത്താവിൻ്റെ ദാസനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ പറ്റി നമ്മളൊക്കെ ധ്യാനിക്കുക. പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസിയായ പരിശുദ്ധ അമ്മയ്ക്ക് ശ്രേയസ് ഉണ്ടായി. പരിശുദ്ധ അമ്മ അത്യുന്നതനിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്തു. ഇന്ന് നമ്മൾ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. എന്തുകൊണ്ട് അവൾ അത്യുന്നതനിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്തു? എന്തുകൊണ്ട് അവൾക്ക് ശ്രേയസ് ഉണ്ടായി? അവൾക്കും കടന്നു പോകാൻ ഒരു വലിയൊരു സഹനത്തിൻ്റെ ഒരു ജീവിതവും സഹനത്തിൻ്റെ കുറേ ജീവിത മേഖലകളും അനുഭവങ്ങളും ഉണ്ടായിരുന്നു. കണ്ടോ, അതൊക്കെ വരാനിരിക്കുന്ന മഹത്വത്തെ ഓർത്ത് അവൾ സഹിക്കുകയാണ്. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ സ്തെഫാനോസ് അപ്പോസ്തലപ്രവർത്തനം 7-ാം അധ്യായം അപ്പോസ്തലപ്രവർത്തനം 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിൻ്റെ അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തെ എല്ലാവരും കല്ലെറിയുമ്പോൾ അദ്ദേഹം താഴ്ത്തിക്കല്ല നോക്കിയത്, മറിച്ച് വരാനിരിക്കുന്ന മഹത്വത്തിലേക്ക് ഇദ്ദേഹം നോക്കുകയാണ്. എന്താ വരാനിരിക്കുന്ന മഹത്വം? അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. കണ്ടോ, ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. കണ്ടോ, സ്തെഫാനോസ് എങ്ങനെയാണ് സഹിച്ചത്? അവൻ സ്വർഗത്തിലേക്ക് നോക്കി. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ കല്ലേറും, ഈ ഭൂമിയിലെ നിന്ദനവും, ഈ ഭൂമിയിലെ ദാരിദ്ര്യവും പട്ടിണിയും വിഷമവും വേദനയും സങ്കടവും അപമാനം നിന്ദനവും പരിഹാസം ഒറ്റപ്പെടൽ കുറ്റപ്പെടൽ കളിയാക്കൽ, ഈ ഭൂമിയിലെ സഹനങ്ങളൊക്കെ എത്രയോ നിസാരമാണ് എപ്പോൾ വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ. എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും, എൻ്റെ ദാസി പരിശുദ്ധ അമ്മയ്ക്ക് ശ്രേയസ് ഉണ്ടാവും. അവൻ അത്യുന്നതനിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. എന്നാൽ അതിനു മുമ്പ് അവന് കടന്നു പോകേണ്ട വലിയൊരു സഹനത്തിൻ്റെ വലിയ മേഖലകളുണ്ട്. അതാണ് പറയുക. മക്കബായുടെ പുസ്തകം, മക്കബായുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം, അവിടെ നമ്മൾ കാണാം ഒരു അമ്മയും 7 മക്കളും. ആ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എല്ലാവരും അത് വായിക്കേണ്ട ഒരു വലിയൊരു അനുഭവമാണ്. വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയും. ഒരു അമ്മയും 7 മക്കളും. അതിൻ്റെ ആദ്യത്തെ വചനം ഇങ്ങനെയാണ്, 2 മക്കബായർ 7-ാം അധ്യായം. ഒരിക്കൽ ഒരു രാജാവ് 7 സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചവിട്ടിയും കൊണ്ട് അടിച്ച് നിശ്ചിതമായ പന്നി മാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. അവരിൽ ഒരുവൻ അവരുടെ വക്താവെന്ന നിലയിൽ പറഞ്ഞു, ഞങ്ങളോട് എന്ത് ചോദിച്ചറിയുവാനാണ് നീ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. കണ്ടോ, ഈ യഹൂദ മക്കള്, ഇവർക്ക് പന്നി മാംസം നിശ്ചിതമാണ്. ഇവരോട് പന്നി മാംസം ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ മൂത്ത മകൻ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഇത് കഴിക്കില്ല, ഇത് ദൈവവചനത്തിന് വിരുദ്ധമാണ്, ഞങ്ങളെ സംബന്ധിച്ചത് ശരിയല്ല, ഇത് ഞങ്ങൾ ഒരിക്കലും കഴിക്കില്ല. ഈ രാജാവ് എന്ത് ചെയ്തു? വചനം പറയുകയാണ്, ഇത് കേട്ട് രാജാവ് കോപാവേശം പൂണ്ട് വറച്ചട്ടികളും കുട്ടകങ്ങളും പഴുപ്പിക്കാൻ ആജ്ഞാപിച്ചു. ഉടനെ അവർ അങ്ങനെ ചെയ്തു. സഹോദരന്മാരും അമ്മയും കാണുകയും അവരുടെ ആദ്യത്തെ മകൻ്റെ നാവും കൈകാലുകളും ഛേദിക്കാൻ ശിരസിലെ ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരമിട്ടു. കണ്ടോ, അദ്ദേഹം എന്താ ചെയ്തത്? ഈ രാജാവ് പ്രജകളോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കൈകാലുകൾ വെട്ടിക്കളയുക. അവർ ആ മനുഷ്യൻ്റെ കൈകാലുകളൊക്കെ വെട്ടിക്കളഞ്ഞു, നാവ് മുറിച്ച് കളഞ്ഞു, തലയിലെ ചർമ്മങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു?
തീർത്ത് നിസ്സഹായനേവിനെ ഈ എണ്ണ ഈ വറച്ചട്ടിയിൽ എണ്ണ ഇങ്ങനെ തിളപ്പിച്ച് അതിലേക്ക് ഇങ്ങനെ മീനൊക്കെ വറക്കണ പോലെ അതിലിട്ട് ഇവൻ യാതിൽ കിടന്ന് ഇങ്ങനെ പടഞ്ഞ് മരിക്കുക. ഇങ്ങനെ ഒരു വലിയൊരു ക്രൂര വിനോദം എവിടെ വെച്ചിട്ട്? ഈ അമ്മയുടെയും മറ്റു മക്കളുടെയും മുമ്പിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുക. എന്നിട്ടായി മറ്റൊരു ഇത് കേട്ടിട്ട് പേടിച്ചിട്ട് അവർ മാറിയോ? അവർ തീരുമാനം മാറ്റിയോ? ഇല്ല. അടുത്ത സഹോദരനെ പിടിച്ചു, രണ്ടാമത്തെ പിടിച്ച് വീണ്ടും അവരിതുപോലെ തന്നെ കൈകാലുകളൊക്കെ വെട്ടിക്കളഞ്ഞ് നാവ് വെട്ടിക്കളഞ്ഞ് അങ്ങനെ ഈ വറച്ചട്ടിയിലിട്ട് പൊരിക്കാൻ തുടങ്ങി. രണ്ടാമത്തവനും അങ്ങനെ മരിച്ചു. അങ്ങനെ രണ്ടാമത്തവൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, 9-ാമത്തെ വാക്യം, അന്ത്യശ്വാസം വലിക്കുമ്പോൾ ഇവൻ വിളിച്ചു പറഞ്ഞു, ശപിക്കപ്പെട്ട നീച, ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത്. കണ്ടോ, വലത്തി പറഞ്ഞേ ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു നോക്കിയേ, പ്രപഞ്ചത്തിന്റെ അധിപനായ ദൈവം ഞങ്ങളെ അനശ്വരമായ ജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അദ്ദേഹം എങ്ങനെയാ മരിച്ചത്? അദ്ദേഹം പുനരുത്ഥാനത്തെ മുന്നിൽ കൊണ്ടുകൊണ്ട് മരിക്കുകയാണ്. ഈ 7 മക്കളും ഈ അമ്മയും മരിക്കുന്നത് അവർ വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളൊക്കെ തുലോം നിസാരമായിട്ട് ഈ അമ്മയും 7 മക്കളും കരുതുകയാണ്. അതല്ല, വീണ്ടും അടുത്തവനെ പിടിച്ച് കൊല്ലുന്ന സമയത്ത് അവൻ പറയുകയാണ്, മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യ കരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. കേട്ടോ, വലതി പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനമൊന്ന് കാണാപ്പാടം പഠിച്ചേൻ. പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ നിലനിർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. കണ്ടോ, വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസാരമാണ്. കണ്ടോ, നിസാരമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന, ഈ സ്വർഗാരോപണ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം ഇതാണ്: വരാനിരിക്കുന്ന മഹത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സഹിക്കുക. ഈ ജീവിതത്തിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട്, ഇതിന് ശേഷം ഒരു ഉത്ഥാനം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മുന്നിൽ കണ്ടുകൊണ്ട് സഹിക്കുക. അതല്ലേ 2 കൊരിന്തോസ് 4-17 തിരുവചനം, നിങ്ങളുടെ സഹനങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വം. നിസ്സാരമാണ്, ക്ഷണികമാണ് ഈ ലോകത്തിലെ സഹനങ്ങളൊക്കെ. ഇതിൻ്റെ ഫലമോ അനുപമമായ മഹത്വം. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമായിട്ട് കരുതുക. അവനൊരു പ്രിയ സഹോദരങ്ങളെ, ഈ സ്വർഗാരോപണ തിരുനാളിൽ നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ ആ സഹനശീലം നമുക്കൊന്ന് ഇന്റേണലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യുക, അതും കൂടി ഉൾക്കൊള്ളുക. പരിശുദ്ധ അമ്മ സഹിച്ചതുപോലെ സഹിക്കാനുള്ള കൃപ. ആ പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾക്ക് ഒത്തിരിയേറെ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഉണ്ണീശോയെ ചേർത്ത് പിടിക്കുമ്പോൾ, ഈശോയുടെ ജീവിതം നീ നയിക്കുമ്പോൾ, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് സഹിക്കേണ്ടി വരും. ഈ അടുത്ത് ഒരു മകൻ വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ എന്തുമാത്രം വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണെന്നറിയോ? അടിക്കടി കുമ്പസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെ ധ്യാനങ്ങളൊക്കെ ആയിട്ട് നടന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് അച്ഛാ, ഞാനൊരു കല്യാണം കഴിച്ചു, എനിക്ക് കിട്ടിയ ഭാര്യയെ നോക്കിയേൻ കുടുംബ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. ഒരിക്കലും എന്നോട് ചേർന്ന് പോകാത്ത ഒരു ഭാര്യ, ഒരിക്കലും അമ്പിനും വില്ലിനും ചേരാത്തൊരു ഭാര്യ. എന്നിട്ട് പിന്നീട് ഒരു കുട്ടി ഉണ്ടായാൽ ശരിയാവുമെന്ന് ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരു കൊച്ചുണ്ടായച്ചാ, ആ കൊച്ചാണെങ്കിൽ മന്ദബുദ്ധി. കണ്ടോ, എനിക്ക് കിട്ടിയ ഭാര്യയെ നോക്കിയേൻ, ഞാൻ ഈശോയുടെ കൂടെ ജീവിച്ചിട്ട്, ഈശോയുടെ കൂടെ സഞ്ചരിച്ചിട്ട്, ഈശോയെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദശാംശം ചെയ്തിട്ട്, എനിക്ക് കിട്ടിയ ഭാര്യയെ നോക്കിയേൻ ഇങ്ങനൊരു ഭാര്യ, എനിക്ക് കിട്ടിയ കൊച്ചിനെ നോക്കിയേ ഇങ്ങനൊരു മന്ദബുദ്ധിയായ കൊച്ച്. ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടോ? എന്താണ് ഇനി ഈശോയോട് ചേർന്ന് നിന്നിട്ട് വല്ല ഉപകാരമുണ്ടോ? ഈ സഹോദരൻ ചോദിക്കുകയാണ്. ഇത് ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പരിശുദ്ധ അമ്മയെ ഒന്ന് ധ്യാനിക്കുക. ഇങ്ങനെ ചോദിക്കുന്നവരും ചിന്തിക്കുന്നവരൊക്കെ ഈ പരിശുദ്ധ അമ്മയെ ഒന്ന് ധ്യാനിക്കുക. ഈ അമ്മയ്ക്ക് യേശുവിനോട് ചേർന്ന് നിന്ന വ്യക്തിയല്ലേ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവനെ രക്ഷിക്കുന്നുണ്ട്. ഈശോയോട് ഇതുപോലെ ഒട്ടിച്ചേർന്ന് നിന്ന വേറെ ഏതെങ്കിലും വ്യക്തിയുണ്ടോ? പക്ഷെ അവളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ നോക്കിയേ: ദാരിദ്ര്യം, ഏകാന്തത, ഒറ്റപ്പെടുത്തൽ, അപമാനം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള മരണം, എന്തെല്ലാം സംഭവങ്ങളാ, ഏകാന്തത, വിധവയായിട്ടുള്ള ജീവിതം, ഇതെല്ലാം അവൾക്ക് സംഭവിച്ചത്. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുക.
ഇതൊക്കെ നിശബ്ദമായി സഹിച്ചതുകൊണ്ടാണ് ഇന്ന് അവൾക്ക് അസംഷൻ ഉണ്ടായത്, സ്വർഗാരോപണം ഉണ്ടായത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വർഗാരോപണം ഉണ്ടാവണമെങ്കിൽ വരുന്ന ദുരിതങ്ങളൊക്കെ സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയാതിരിക്കുക. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക. ഈശോയുടെ സന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടാതെ കർത്താവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയെ പോലെ നിന്നുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ ശക്തിയായി ഒന്ന് സ്തുതിക്കുന്നു. പോരാ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിശബ്ദമായി സഹിക്കുക. ആരോടും പരാതിയോ പരിഭവം ഇല്ലാതെ, വെറുപ്പോ വിദ്വേഷമോ വാശിയോ വൈരാഗ്യം ഇല്ലാതെ സഹിക്കുക. എന്റെ സഹനത്തിന് കാരണം മറ്റൊരാളാണെന്ന് കുറ്റപ്പെടുത്താതെ സഹിക്കുക. ശരി ദൈവവചനത്തിന് വേണ്ടി സഹിക്കുക. ദൈവഹിതം നിറവേറ്റാൻ പരിശുദ്ധ അമ്മയെ പോലെ സഹിക്കുക. പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായാലും പാപം ചെയ്യാതെ പരിശുദ്ധ അമ്മയെ പോലെ, പട്ടണത്തിലെ സ്ത്രീ ആണെങ്കിലും നീ വിശുദ്ധി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും തിന്മയെ വീഴാതെ നീ നിന്നെ തന്നെ പരിശുദ്ധ അമ്മയ്ക്കൊന്ന് സമർപ്പിച്ചൊന്ന് സ്തുതിച്ച് വ്യത്യസ്തയായി ജീവിക്കാൻ തീരുമാനമെടുക്കുക. ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ള വാക്ക്, അത് നിനക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പറയുക. പുരുഷന്റെ മുമ്പിലും നിന്നെ തന്നെ നീ ഒന്ന് സമർപ്പിച്ചേ. നിന്റെ ദാരിദ്ര്യം, ദുഃഖം, വിഷമം, വേദന, സങ്കടം, ജോലിയില്ലാത്ത അവസ്ഥ, കടബാധ്യത, രോഗപീഠകള് എല്ലാം സമർപ്പിക്കുക. എല്ലാം പരിശുദ്ധ അമ്മയെ പോലെ സമർപ്പിക്കുക. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണല്ലോ. എന്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും.